പ്രഭാതഭേരി. വൈറ്റ് കെയിൻ എന്ന വെളുത്ത വടി തട്ടിത്തട്ടി കാഴ്ചവൈകല്യമുള്ള ഒരാൾ നടക്കുമ്പോൾ ഉയരുന്നത് ധൈര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രത്യാശയുടെയും ശബ്ദമാണ്. ഒക്ടോബർ 15 ആചരിക്കുന്ന വെളുത്ത വടി ദിനം കാഴ്ച കണ്ണുകളിൽ മാത്രമല്ല അകക്കണ്ണിലും അന്തസ്സിലുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക പുരോഗതിയിൽ അഭിമാനിക്കുന്ന കേരളത്തിന് ഈ ദിവസം നേട്ടങ്ങളുടെ ആഘോഷവും നിറവേറ്റപ്പെടാത്ത ഉത്തരവാദിത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമാണ്. വെള്ളവടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റി മെഷർ എന്ന നിലയ്ക്കാണ് ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ബീന കൃഷ്ണൻ. കാഴ്ചപരിമിതിയുള്ള വ്യക്തികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. വടി ഉപയോഗിക്കാനുള്ള ഒരു വിമുഖത പൊതുവെ ആളുകളിൽ കാണാറുണ്ട്. പക്ഷേ സ്ഥിരമായി വടി ഉപയോഗിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് തരുന്ന സുരക്ഷിതത്വം, പ്രത്യേകിച്ച് കാഴ്ചപരിമിതിയുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം തരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം എന്ന നിലയിൽ വെള്ളവടി കൃത്യമായി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ യാത്ര സുഖകരമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. സ്ത്രീകൾക്ക് പൊതുവെ മടി കുറച്ച് കൂടുതൽ ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ മറ്റാളുടെ സഹായം ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് ഈ വെള്ളവടിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള ധാരണ കൂടുതൽ ലഭിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പരിഗണന നമുക്ക് കിട്ടും. കേരളത്തിലെ പല പൊതു ഇടങ്ങളും ഗതാഗത സംവിധാനങ്ങളും ഓഫീസുകളും ഇപ്പോഴും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമല്ലാത്തതിനാൽ സഞ്ചാരം ഭിന്നശേഷിക്കാർക്ക് ഒരു ദൈനംദിന പോരാട്ടമായി മാറുന്നു. ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പലപ്പോഴും ബ്രെയിൽ മെറ്റീരിയലുകളോ സഹായ സാങ്കേതിക വിദ്യകളോ സജ്ജീകരിക്കപ്പെടുന്നില്ല. നയങ്ങളും ചട്ടങ്ങളും കടലാസിൽ ശക്തമാണെങ്കിലും നടപ്പാക്കുന്നതിൽ പലപ്പോഴും കാലതാമസം നേരിടുന്നു. ഈ പ്രശ്നങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ മനോഭാവം മാറുന്നതിലാണ് വലിയ വെല്ലുവിളി. ഇന്ന് ലോകത്തെങ്ങും വെളുത്തവടി ഉപയോഗിച്ച് കാഴ്ചയില്ലാത്തവർക്ക് സഞ്ചരിക്കുന്ന വിധം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹബീബ് ബി അവിടെയുള്ള ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളും മാറ്റം വരുത്തിയപ്പോഴും ഇപ്പോഴും കാഴ്ചയില്ലാത്തവർക്ക് എളുപ്പത്തിൽ വെളുത്തവടി ഉപയോഗിച്ച് സഞ്ചരിക്കാവുന്ന വിധത്തിൽ നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സംവിധാനങ്ങളെ ക്രമീകരിച്ചിട്ടില്ല. നമ്മുടെ ഡ്രൈവർമാർക്കോ ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കോ ഇപ്പോഴും വെളുത്തവടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ കാഴ്ചയില്ലാത്തവർ അനുഭവിക്കുന്ന പരിമിതികളെ കുറിച്ചോ വ്യക്തമായ ധാരണയില്ല. കാഴ്ചയില്ലാത്തവരുടെ വിഷയം എന്നുള്ളത് ഒരു ന്യൂനപക്ഷ വിഷയമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കാരണം കാഴ്ചയുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകത്ത് കുറെ ആളുകൾ കാഴ്ചയില്ലാത്തവർ ആയി ജീവിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രതിബന്ധങ്ങളും എന്താണെന്ന് കൃത്യമായി ഉൾക്കൊള്ളാൻ പൊതുസമൂഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വിഷയം. അതുകൊണ്ട് തന്നെ ഇവിടെ വെളുത്തവടി ഉപയോഗിച്ച് കൃത്യമായി സഞ്ചരിക്കുന്നതിന് ഇവിടുത്തെ പൊതു ഇടങ്ങൾ പ്രാപ്യമാക്കുകയും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിദ്യാഭ്യാസം ട്രാഫിക് ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർമാർക്കും ഒക്കെ നമ്മുടെ ലൈസൻസ് കരിക്കുലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉൾപ്പെടുത്തി നൽകുകയും ചെയ്യേണ്ടത് കുറച്ച് കാഴ്ചയില്ലാത്തവരോട് കാണിക്കേണ്ട ഔദാര്യമോ അവർക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യേണ്ട ഒന്നോ അല്ല. മറിച്ച് ഏത് സാഹചര്യത്തിലും ആര് വേണമെങ്കിലും എപ്പോഴും കാഴ്ചയില്ലാത്തവരായി തീരാം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റിക്വയർമെന്റ് ആയി സമൂഹം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണം ഇവിടെ നടത്തുകയും വേണം. ബാലരാമപുരം നിവാസി സജു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ഥിരമായിട്ടും നഗരപ്രദേശങ്ങളിൽ തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്. റോഡിന്റെ ഈ ഫുട്പാത്തിലൂടെയാണ് നമ്മൾ സാധാരണ സഞ്ചരിക്കുന്നത്. ഫുട്പാത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ ഒഴിവാക്കി പോകാൻ പറ്റിയൊരു വഴി തന്നെയാണ് ഫുട്പാത്ത്. പക്ഷേ ഇപ്പോഴത്തെ ഫുട്പാത്തിൽ നമുക്ക് യാതൊരു വിധത്തിലും കാഴ്ചവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് സഞ്ചരിച്ചുകൂടാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഫുട്പാത്ത് പോകുന്നത്. കാരണം ഒരുപാട് വാഹനങ്ങൾ ഫുട്പാത്തിൽ പല രീതിയിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 വീലർ ആകട്ടെ 4 വീലർ ആകട്ടെ ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുവഴി നടന്നു പോകാനൊക്കെ.
മൊത്തത്തിൽ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ ഈ കാഴ്ച വൈകല്യമുള്ളവരെ കാണുമ്പോൾ അങ്ങനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാധാരണ വെളുത്തവാടി ഉപയോഗിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ വാഹനം നിർത്തി അയാളെ സഹായിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് അറിവില്ലാത്തത് കൊണ്ടാണോ ഇനി ഉള്ളവര് അത് കൃത്യമായിട്ട് പാലിക്കാതെ പോകുന്നതാണോ എന്നൊന്നും അറിയില്ല. കാഴ്ച വൈകല്യമുള്ള പൗരന്മാരെ ശാക്തീകരിക്കുന്നതിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. ബാരിയർ ഫ്രീ കേരള സംരംഭം, വികലാംഗരുടെ അവകാശ നിയമം തുടങ്ങിയ പുരോഗമനപരമായ നയങ്ങൾ അരികുവൽക്കരിക്കപ്പെടുമായിരുന്നവരെയും കൂടെ കൂട്ടി. സ്പെഷ്യൽ സ്കൂളുകൾ, സംയോജിത ക്ലാസ് മുറികൾ, ബ്രെയിലി, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വ്യാപനം എന്നിവ വിദ്യാർത്ഥികൾക്ക് അവരുടെ സമപ്രായക്കാർക്കൊപ്പം പഠിക്കാൻ ഇടം നൽകുന്നു. ഞാനൊരു സിംഗറാണ്, പിയാനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ 13 or 14 ലാംഗ്വേജസ് എനിക്ക് സംസാരിക്കാൻ പറ്റും. വിദ്യാർത്ഥിനി ഫാത്തിമ അൻഷി. അസൈഡ് ഫ്രം ദാറ്റ് ഞാനിപ്പോ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊജക്ട് വിഷൻ, അതുപോലെ തന്നെ പ്രൊജക്ട് ഷെൽട്ടർ എന്നുള്ള ഈ ഓർഗനൈസേഷൻസിന്റെ അംബാസിഡറും കൂടിയാണ്. ഞാൻ എന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഐ കൺസിഡർ മൈ സെൽഫ് ആസ് എ ഗേൾ വിത്ത് ബിഗ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. എന്റെ വോയിസ് വെച്ചിട്ട് എന്റെ വേൾഡ് എംപവർ ചെയ്യണം എന്നുള്ളൊരു ബിഗ്ഗസ്റ്റ് ഡ്രീം, ഒരു ഡിസയറാണ് എനിക്കുള്ളത്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സൊസൈറ്റി അല്ലെങ്കിൽ ഓൾ ഐ ഫേസ് ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. സൊസൈറ്റി എന്നോട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ആ സ്റ്റിഗ്മനെ ഞാൻ ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കി എന്റെ സ്ട്രെങ്ത്തിനെയും എന്റെ ടാലന്റ്സിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത് ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കി എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ലാംഗ്വേജസ് പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോ നമ്മുടെ ഇന്റർനെറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ടെക്നോളജി അറിയുമ്പോൾ അതിന് കുറെ സാധ്യതകളുണ്ട്. സോ ആ പോസിബിലിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് കുറെ ചാറ്റ് ഫോറംസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഈവൻ AI അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമുക്ക് ലാംഗ്വേജസ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ആക്ച്വലി ഒരു സിവിൽ സർവന്റ് ആവണം എന്നാണ് ആഗ്രഹം. ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആവണം എന്നാണ്. എനിക്ക് ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാർ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കിട്ടിയ അവാർഡ്. അതുപോലെ തന്നെ has been honored for the way I have been able to contribute to the society. കാഴ്ചയുടെ മേഖലയായി കണക്കാക്കപ്പെടുന്ന യൂട്യൂബിൽ പോലും വ്യക്തിമുദ്ര പതിപ്പിച്ച കാഴ്ച പരിമിതരുണ്ട് കേരളത്തിൽ. എന്റെ യൂട്യൂബ് ചാനൽ വിപാസന വ്ളോഗ് ബൈ ആശാലത. അധ്യാപികയും യൂട്യൂബറുമായ ആശാലത. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകളെ അടയാളപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ. കാരണം ഒരുപാട് ചാനലുകൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൊറോണേൻ്റെ ആ ഒരു സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ. പക്ഷേ എവിടെയും ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആരുടെയും ഒരു അടയാളപ്പെടുത്തൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെപ്പോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഔദ്യോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ധാരാളം സ്ത്രീകൾ ഉണ്ട്. ഇതിൽ പലരും എന്നെപ്പോലെ തന്നെ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതമാണ് എല്ലാവരും കാണിക്കുന്നത്. അപ്പം നമുക്കിതൊന്നും പറ്റൂല എന്നുള്ള ഇത്, പക്ഷെ പറ്റും. ഒരുപാട് എഫേർട്ടിലൂടെയാണ് അത് പറ്റിയിട്ടുള്ളത്. ഞാനൊരു 10-25 വർഷമായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. അതിനും എത്രയോ വർഷം മുമ്പ് ബാക്കി വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ വീടും എൻ്റെ ഔദ്യോഗിക ജീവിതവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളും ചെയ്യുന്നുണ്ട് ഇതുപോലെ എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഞാൻ ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. കുക്കിംഗ് മാത്രമല്ല, ബുക്ക് റിവ്യൂ ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്ക്. പിന്നെ ഞാൻ യാത്രകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. യാത്രകൾ പലപ്പോഴും കാണാൻ മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ കാഴ്ചയില്ലാതെ തന്നെ യാത്രേന ഒരു പക്ഷേ കാഴ്ചയുള്ളവർ ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, എങ്ങനെ എല്ലാമാണ് അതിനെ മറികടക്കാൻ വേണ്ടി സ്വയം ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചാനലിൽ ചെയ്യുന്നത്. സംസ്ഥാന ഭിന്നശേഷി വികസന കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്. അന്ധത ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പരിമിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള കഴിവിന്റെ നഷ്ടമാണ്. വെള്ളവടിയുടെ ഉപയോഗമാണ് ഇത് ഒരു പരിധിവരെ മറികടക്കാൻ അവരെ സഹായിക്കുന്നത്. കാഴ്ചവൈകല്യം ഉള്ള അല്ലെങ്കിൽ പരിമിതിയുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു പരാതിയാണ് അവർ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ട്രാഫിക് ജാം ഉണ്ടാകുന്നത്. ഈ സമയം ഇവർക്ക് ക്രോസ് ചെയ്യാനോ ഇവർക്ക് കിട്ടുന്ന സിഗ്നലുകൾ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങാനോ സാധ്യമല്ലാതെ വരുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർമാരുടെ സഹായം തേടാറ് പതിവുണ്ടെന്ന് ഇവർ പലപ്പോഴും പറയാറുണ്ട്. പല സമയങ്ങളിലും ഇത്തരം
പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവർ കരുതുന്നു ഇവരെയും പോലീസ് ഉദ്യോഗസ്ഥർ അവഗണിക്കുകയാണ് എന്ന്. രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ നമ്മുടെ റോഡുകളിൽ അനുഭവപ്പെടുന്ന തിരക്കേറിയ വാഹന ഗതാഗത സംവിധാനങ്ങളും അതിനിടെ ഉണ്ടാകുന്ന ട്രാഫിക് ഇഷ്യൂസും എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഭിന്നശേഷി വിഭാഗക്കാരും കാഴ്ച പരിമിതി ഉള്ളവർ തന്നെ. സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ടാണ് അവർ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഓരോ വ്യക്തിയും അവരുടെ തിരക്കിനിടയിൽ പലപ്പോഴും കാഴ്ച പരിമിതിയുള്ളവരെ അവരെ കൂട്ടിക്കൊണ്ടു പോകാനോ അവരുടെ കാര്യങ്ങൾ വിവരിക്കാനോ സാധ്യമല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവർ തനിയെ യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ആ സമയത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ തുണയായിരിക്കുന്നത് ഈ വൈറ്റ് കെയിൻ തന്നെയാണ്. നമുക്കറിയാം, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് വരുന്ന ഒരാളെ നമ്മൾ വഴിമാറി നിൽക്കുകയും അതല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും അതല്ലെങ്കിൽ ഉടനെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അവരെത്തിക്കുകയും ചെയ്യുന്നതും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ ദിനം ആചരിക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ മനോഭാവം മാറണം. പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിലുള്ള മാറ്റമാണ് അവരുടെ എംപവർമെന്റ്. വൈറ്റ് കെയിൻ ദിനം ഒരു പ്രതീകാത്മക ദിവസം മാത്രമല്ല, സമൂഹ മനസാക്ഷിയോടുള്ള ഒരു ആഹ്വാനവുമാണ്. കേരളത്തിലെ കാഴ്ച വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും വൈറ്റ് കെയിൻ ഒരു സഹായമായി മാത്രമല്ല, അന്തസ്സിന്റെയും സമത്വത്തിന്റെയും അതിരറ്റ സാധ്യതയുടെയും പ്രതീകമായി പിടിക്കാൻ കഴിയുമ്പോഴാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നത്. കൂരിരുൾ ആരെയും തടസ്സപ്പെടുത്താത്ത അവസരങ്ങളുടെയും ഉൾപ്പെടുത്തലിന്റെയും വെളിച്ചത്തിൽ ശാക്തീകരിക്കപ്പെടുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഈ ദിവസം നമുക്ക് പ്രതിജ്ഞയെടുക്കാം.